ജപ്പാനിൽ നടക്കുന്ന G7 ഉച്ചകോടി ഇന്ന് സമാപിക്കും. റഷ്യക്കെതിരായിട്ടുള്ള ഉപരോധം ശക്തമാക്കാനും ചൈനയെ നേരിടാനും ഉച്ചകോടിയിൽ തീരുമാനമായി. ജപ്പാനിലെ ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ നിർണായക തീരുമാനങ്ങളുമായി ലോക നേതാക്കൾ. യുക്രൈനെതിരെ യുദ്ധം അഴിച്ചുവിട്ട റഷ്യക്കെതിരെ കൂട്ടായ്മ ആഞ്ഞടിച്ചു. യുദ്ധം ന്യായീകരിക്കാൻ കഴിയില്ലെന്നും നിയമപരമല്ലെന്നും വിമർശനമുയർന്നു. പ്രകോപനമുണ്ടാക്കിയ റഷ്യക്കെതിരെയുള്ള ഉപരോധം ശക്തമാക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായി. ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. യുക്രൈനിൽ നിന്നും റഷ്യ സേനയെ പിൻവലിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. കീവിനാവശ്യമായ സാമ്പത്തികവും സൈനികവും നയപരവുമായ പിന്തുണ G7 രാജ്യങ്ങൾ നൽകുമെന്ന ഉച്ചകോടിയിൽ ധാരണയായി. യുക്രൈന് വിപുലമായ യുദ്ധവിമാനങ്ങളും പൈലറ്റ് പരിശീലനവും നൽകുന്നതിനെ ജോ ബൈഡൻ പിന്തുണച്ചു. രാഷ്ട്രീയ തർക്കങ്ങളെ ചൊല്ലി മറ്റ് രാജ്യങ്ങൾക്ക് ചൈന സൃഷ്ടിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം ഒറ്റക്കെട്ടായി നേരിടുമെന്നും ലോകനേതാക്കൾ അറിയിച്ചു. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് ഉച്ചകോടിയിൽ പ്രാധാന്യമേറെയായിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉച്ചകോടിയിലെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. ഉച്ചകോടിക്ക് മുന്നേയായി മോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻചിൻ എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വികസ്വര രാജ്യങ്ങളെ സഹായിക്കാനുള്ള വഴികൾ കണ്ടെത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.